സ്വാഗതം. നമുക്കിന്ന് കൃത്യങ്ക നിയമങ്ങൾ എന്ന ടോപ്പിക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എല്ലാ പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 3x സമം 729 ആയാൽ എക്സിൻ്റെ വില എത്ര? 3ൻ്റെ പവർ ആക്കണം. അതായത് 729നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 2 4 12 3 9 24 ഒന്ന് ചെറുക്കാം. 3 8 24 1 3 3 2 6 3 7 21 3 9 3 ഈ 729നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 729 സമം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 1 2 3 4 5 6 അതായത് 3/6 എഴുതാം. 3/6 729 അതായത് 3x സമം 3/6 729 വരെ നമുക്ക് 3/6 എന്ന് എഴുതാം. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ഈ ബേസ് രണ്ടും തുല്യമാണ്. ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. ബേസ് രണ്ടും തുല്യമായാൽ പവർ തുല്യമായിരിക്കും. കൃത്യങ്ക നിയമം. അതായത് എക്സിൻ്റെ വില 6 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ്. 729നെ 3ൻ്റെ പവറാക്കി എഴുതുന്നത്. അതായത് 3x സമയം ഇത് ഹരിച്ചെഴുതുന്നു. 3 243 729നെ 3 വെച്ച് വെച്ചാൽ അത് 3ൻ്റെ പവറാക്കി എഴുതാം. അതായത് 3 ഹരിക്കുമ്പോൾ 243 വീണ്ടും ഹരിക്കുമ്പോൾ 81 അങ്ങനെ 3/6 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 3x സമം 3/6. എക്സ്പൊണൻഷ്യൽ തിയറി അനുസരിച്ച് കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ രണ്ടിടത്തും ബേസ് തുല്യമാണ്. രണ്ടിടത്തും ബേസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം. എക്സ് സമം 6 3x സമം 3/6 ആയാൽ എക്സിൻ്റെ വില 6. ഓപ്ഷൻ എ ആണ് ഉത്തരം. അതുപോലെ 2n-ൻ്റെ വില 256 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2n+2ൻ്റെ വില കാണുക. a/m ഇൻറ്റു a/n എന്ന് പറഞ്ഞാൽ a/m+n ആണ് കൃത്യങ്ക നിയമം അനുസരിച്ച്. അതായത് നമുക്ക് 2n+2നെ നമുക്ക് 2n ഇൻറ്റു 2² എന്ന് എഴുതാം. a/m ഇൻറ്റു a/n a/m+n 2n-ൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ആ വില ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 256 ഗുണം 4 1024 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ 2n എന്ന് പറയുന്നത് 256 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2n+2ൻ്റെ വില കാണും. 2n+2 എന്ന് പറയാം a/m ഇൻറ്റു a/n എന്ന് പറയാം a/m+n ആണ് കൃത്യങ്ക നിയമം. അതായത് 256 2n+2നെ നമുക്ക് 2n ഇൻറ്റു 2² എന്ന് എഴുതാം. a/m+n a/m ഇൻറ്റു a/n മോഡൽ എഴുതി. അതായത് നമുക്ക് 2n-ൻ്റെ വില തന്നിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 256 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 4 രണ്ടോട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 1024. ഓപ്ഷൻ എ ആണ് ഉത്തരം. 6² ഇൻറ്റു 10⁻4 ഇൻറ്റു 15⁻3/2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 ഇതിനെ ലഘൂകരിക്കും. നമുക്ക് 6ന് പകരം 2 ഗുണം 3 6² ഇൻറ്റു 2 ഗുണം 5 4 ഇൻറ്റു 3 ഗുണം 5 ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6. അതായത് 2² ഇൻറ്റു 3² ab² എന്ന് പറയാം a/n b/n രണ്ടിനും പവർ കൊടുക്കുക. അതായത് 2² ഇൻറ്റു 3² ഇൻറ്റു 2/4 ഇൻറ്റു 5/4 ഇൻറ്റു 3/3 ഇൻറ്റു 5/3 ഓൾ ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6. എല്ലാ പവറും ഒന്നിച്ച് മുകളിലുള്ളത് ഒന്നിച്ച് കൂട്ടി എഴുതാം. a/m ഇൻറ്റു a/n a/m+n 2/6 2 + 4 3/2 ഇൻറ്റു 3/3 3/5 ഇൻറ്റു
5⁴ ഇൻറ്റു 5�3 5⁷ അതങ്ങ് കൂട്ടി എഴുതാൻ മതി. 2 ഇൻറ്റു 2⁴ ആകെ 2�6 പവറുകൾ കൂട്ടി എഴുതിയാൽ മതി. A⁻m ഇൻറ്റു A⁻n ഗ്രൂപ്പ് ചെയ്ത് എഴുതുക. 2⁻2 ഇൻറ്റു 2⁴ എന്ന് പറഞ്ഞാൽ 2�6 4 + 2 3⁻2 ഇൻറ്റു 3⁻3 എന്ന് പറഞ്ഞാൽ 3⁻2 + 3 5 A⁻m ഇൻറ്റു A⁻n 5⁴ ഇൻറ്റു 5⁴ എന്ന് പറഞ്ഞാൽ 5⁴ + 3 ബൈ 2⁴ ഇൻറ്റു 3⁵ ഇൻറ്റു 5�6. ഇത് ഒരുപോലുള്ളത് കട്ട് ചെയ്ത് കളയാം. പിന്നെന്തുകൊണ്ട് ഒരു 5⁻7 ബൈ 5�6. A⁻m ബൈ A⁻n A⁻m - 5⁻7 - 6 5⁻1 കിട്ടും ഉത്തരം. അതായത് 5 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5 6-ന് പകരം 2 × 3 സ്ക്വയർ ഇൻറ്റു 10-ന് പകരം 2 × 5⁴ ഇൻറ്റു 15-ന് പകരം 3 × 5�3 ബൈ 2⁵ ഇൻറ്റു 2�6 ഇൻറ്റു 3⁵ ഇൻറ്റു 5�6. അതായത് AB⁴n എന്ന് പറഞ്ഞാൽ രണ്ടിനും പവർ എഴുതണം. A⁻n ഇൻറ്റു B⁻n കൃത്യങ്ക നിയമം. AB⁴n എന്ന് പറയാം A⁻n ഇൻറ്റു B⁻n. അതായത് 2² ഇൻറ്റു 3² ഇൻറ്റു 2⁴ ഇൻറ്റു 5⁴ ഇൻറ്റു 3³ ഇൻറ്റു 5³ ബൈ 2�6 ഇൻറ്റു 3⁵ ഇൻറ്റു 5�6. ഇനി A⁻m ഇൻറ്റു A⁻n 2�2× 2⁴ എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2 2 2 + 4 2⁻6 A⁻m ഇൻറ്റു A⁻n A⁻m+n. ഇനി 3-ൻ്റെ പവർ നോക്കാം. 3⁻3 ഉണ്ട് 3⁻2 ഉണ്ട് 3⁻2 + 3 ഇൻറ്റു 3⁵ ഇൻറ്റു ഇനി 5⁻4 ഉണ്ട് 5⁻3 ഉണ്ട് A⁻m ഇൻറ്റു A⁻m+n 5⁻4 + 3 5⁻7 ബൈ ഇവിടെ ഒരു 2�6 ഉണ്ട് ഇവിടെ ഒരു 3⁵ ഉണ്ട് ഇവിടെ ഒരു 5�6 ഉണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കളയും സെയിം ആയിട്ടുള്ളത്. അതായത് 5⁻7 ബൈ 5�6. A⁻m ബൈ A⁻n എന്ന് പറഞ്ഞാൽ A⁻m - കൃത്യങ്ക എക്സ്പൊണൻഷ്യൽ തിയറി. അപ്പോൾ നമുക്ക് 5⁻7 ബൈ 5�6 എന്ന് വന്നു. A⁻m ബൈ A⁻n A⁻m - 5⁻7 - 6 5⁻1 അതായത് 5 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. 8⁻2/3 പ്ലസ് 27⁻2/3 8-ന് പകരം നമുക്ക് 2³ പ്ലസ് 27-ന് പകരം 3³ നമുക്ക് A⁻m ഈക്വൽ ടു A⁻m ഇൻറ്റു n. അത് കൃത്യങ്ക നിയമമാണ്. അപ്പം നമുക്കിവിടെ ഗുണിച്ചാൽ മതി. 2⁻3 ഇൻറ്റു 2/3 പ്ലസ് 3⁻3 ഇൻറ്റു 2/3 3 കട്ടാകും 3 കട്ടാകും. 2² പ്ലസ് 3² സമം 4 പ്ലസ് 9 13 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ നമുക്ക് 8-ന് പകരം 2³ എന്ന് എഴുതുന്നു. 27-ന് പകരം 3³ എന്ന് എഴുതുന്നു. A⁻m എന്ന് പറയാം A⁻m ഇൻറ്റു n 2⁻3 ഇൻറ്റു 2/3 പ്ലസ് 3⁻m ഇൻറ്റു 2/3 3 കട്ടായി പോകുന്നു 3 കട്ടായി പോയാൽ പിന്നെ ഇവിടെ ഒരു 2² ഉണ്ട് പ്ലസ് 3² 4 പ്ലസ് 9 13 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൃത്യങ്ക നിയമം അനുസരിച്ച് ചെയ്യേണ്ട കണക്കുകളാണിത്. അതായത് 5⁻n-2 എന്ന് പറയാം A⁻m-n സമം A⁻m ബൈ ആ കൃത്യങ്ക നിയമങ്ങൾ അതൊരു ടേബിളായിട്ട് പഠിക്കുക. A⁻m ബൈ A⁻n 5⁻n-2 നമുക്ക് അതുപോലെ 5⁻n ബൈ 5² എന്ന് എഴുതാം. ഈ ഫോർമുല വെച്ചിട്ട് A⁻m ബൈ A⁻n എന്ന് പറയാം A⁻m-n ആ മോഡൽ എവിടെ കിടക്കുന്നത് 5⁻n-2 5⁻n ബൈ 5². 5⁻n-ൻ്റെ വില തന്നിട്ടുണ്ട് 625 ബൈ 5² 625 ബൈ 25 25 കിട്ടും ഉത്തരം. ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ 25-ൻ്റെ സ്ക്വയർ ആണോ 625 ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്.
ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം 5ൻ്റെ സ്ക്വയർ എഴുതുക 25. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാ 2. 25-ൽ 5 കഴിഞ്ഞാൽ പിന്നെ 2. 2 അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക 6. പിന്നെ ഇടതുവശത്തായിട്ട് 625. അതായത് 25ൻ്റെ സ്ക്വയറാണ് 625. അതുകൊണ്ട് 25 × 25 25 വരും. ഒരു 25 കട്ടായി 25 വരും ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി 4x സമം 4096 ആയാൽ എക്സിൻ്റെ വില എത്ര എന്ന ചോദ്യം. അതായത് 4096നെ നമുക്ക് 4ൻ്റെ പവറാക്കി എഴുതാം. 4 വെച്ച് 96 ലാസ്റ്റിലെ 2 സംഖ്യ 4 വെച്ച് ഡിവിസിബിളാണ്. അത് മൊത്തം 4 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 4 വെച്ച് ഹരിക്കാം. 4 ഇരിക്കുമ്പോൾ 1024. പിന്നെ 4 വെച്ച് വരുമ്പോൾ 4 2 8 22 4 5 20 4 6 24. അപ്പോൾ ഇങ്ങനെ ഹരിച്ച് വരുമ്പോൾ 4x എന്ന് പറഞ്ഞാൽ 4 ഗുണം 4 ഗുണം 4 ഗുണം 4 ഗുണം 4 ഗുണം 4 എന്ന് വരും. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ 4x സമം 4r എന്ന് വരും. കൃത്യങ്ക നിയമം അനുസരിച്ച് a/m സമം a/n. ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്. 4 ഈ തന്നിരിക്കുന്നതിനെ 4ൻ്റെ പവറാക്കി എഴുതണം. ഇവിടെ 4 ആയതുകൊണ്ട് 4x സമം 4r ആയാൽ ഇവിടെ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് എക്സിൻ്റെ വില 6 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 4x സമം 4096. അപ്പം 4096നെ നമ്മൾ 4ൻ്റെ പവറാക്കി എഴുതുക. ഇങ്ങനെ 4 വെച്ച് ഹരിച്ച് എഴുതുക. 4 ഗുണം 4 ഗുണം അങ്ങനെ 6 തവണ ഗുണിക്കുന്നവർ. ഇവിടെ 6 4 വന്നിട്ടുണ്ട്. 4x സമം 4r. a/m സമം a/n. ബേസ് തുല്യമായാൽ കൃത്യങ്ക നിയമം എക്സ്പോണൻഷ്യൽ തിയറി അനുസരിച്ച് പവേഴ്സും തുല്യമാണ്. ഇവിടെ 4x 4r ആയാൽ ഈ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. എക്സ് സമം 6. കൃത്യങ്ക നിയമങ്ങൾ പഠിക്കുമ്പോൾ ഈ ഫോർമുലാസ് ബൈഹാർട്ടാക്കി വെക്കുക. കൃത്യങ്ക നിയമങ്ങളാണ്. a/m × a/n a/m + n a/m/n a/m/n a/m -n the whole raised n a/m-ൻ്റെ ഇത് ഹൃദിസ്ഥമാക്കുക. a/b the whole raised n a/n b raised n a/m = a/n. ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ a ആണ്. പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. m = n. ഇനി x⁻i = 5⁻. ഇവിടെ പവേഴ്സ് തുല്യമായാൽ തിരിച്ച് ബേസ് ഇക്വേറ്റ് ചെയ്യാം. ഇംപ്ലൈസ് x = 5. Any quantity raised to 0 is 1. a/01 m/01 6/01 5/01. ab the whole raised to n എന്ന് പറഞ്ഞാൽ രണ്ടിനും പവർ കൊടുക്കണം. a/n × b/n. a⁻½ എന്ന് പറഞ്ഞാൽ അത് അടിയിൽ പോകുമ്പോൾ 1/a². a⁻5 ആണെങ്കിൽ 1/a². തിരിച്ച് 1/a²നെ നമുക്ക് മുകളിലാക്കി എഴുതാം. a⁻5 എന്ന് എഴുതാം. a⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് ഓഫ് a. a⁻1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് a. ഈ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കി വെക്കുക. കൃത്യങ്ക നിയമങ്ങൾ പഠിക്കുമ്പോൾ ഈ ഫോർമുലാസ് ഹൃദിസ്ഥമാക്കി വെക്കുക. എന്നിട്ട് അത് സംബന്ധിച്ച കണക്കുകൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് സമയം വേസ്റ്റ് ചെയ്യാതെ കണക്കുകൾ ചെയ്യാൻ കഴിയും. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ.